ചിത്രം തീർച്ചയായിട്ടും പത്മകുമാർ സാറിൻ്റെ ഒരു നല്ലൊരു ചിത്രം തന്നെയാണ്. എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇയാളുടെ പെർഫോമൻസൊക്കെ വളരെ നമുക്ക് നൊമ്പരപ്പെടുത്തുന്ന സീനുകളാണ്. പ്രത്യേകിച്ച് ചെറിയ ഒരു കുട്ടി നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റോഷനായാലും നമ്മുടെ ബൈജു സന്തോഷ് ആയാലും ഷാജു ചേട്ടനായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കണക്റ്റ് ആവും. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം നല്ല രീതിയിൽ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. നല്ലൊരു ചിത്രം തന്നെയാണ്, ഫാമിലി കാണാൻ പറ്റും. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നല്ല പാട്ടുകൾ, ഒരു ക്രൈം സാധാരണ നമ്മൾ സിനിമയിൽ കാണുന്ന ടൈപ്പ് ക്രൈം ത്രില്ലർ അല്ല അത്. ഇതൊരു സെന്റിമെന്റലായിട്ട് നമ്മൾ ആദ്യം തന്നെ ഹുക്ക് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകണം. പടം പിന്നെ നമ്മളങ്ങോട്ട് കൊണ്ടുപോയിട്ട് എവിടെ എത്തിക്കണം എന്നുള്ളത് അവസാനം കണ്ടിറങ്ങി വരുമ്പോഴേ അറിയുന്നു. സെന്റിമെന്റലാണ് അവസാനം വഴി. സൂപ്പർ. ഇതുവരെ കാണാത്ത രീതിയിലുള്ള പെർഫോമൻസ്. അത് ഭയങ്കര വ്യത്യസ്തമാണ്. ഭയങ്കര ക്യാരക്ടർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. ഇമോഷണലായിട്ട് വളരെ റിലേറ്റഡ് ആവുന്ന ഒരു ടോപ്പിക്. ഇമോഷൻസിനാണ് കൂടുതൽ പ്രാധാന്യം. അത് കാണുമ്പോൾ മനസ്സിലാവും. ലാസ്റ്റ് ആവുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ഈ പടം ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, നന്നായിരുന്നു. എല്ലാവരും പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കലക്കി, സൂപ്പർ. അത്യാവശ്യം സസ്പെൻസ് കീപ്പ് ചെയ്യുന്നൊരു മൂവിയാണ്. ഫാമിലിക്ക് എല്ലാ കൈൻഡ് ഓഫ് കോമ്പിനേഷൻസ് ഉള്ള മൂവിയാണ്. പിന്നെ പത്മകുമാർ സർ മൂവീസ് ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്യാറില്ല. പിന്നെ റോഷൻ മാത്യൂസ് ആസ് യൂഷ്വൽ ഹിസ് ചാംസ് ത്രൂ ഔട്ട് ദ മൂവി. നല്ല മൂവിയാണ്, എല്ലാവർക്കും പോയി കാണാം. വാച്ച്. ത്രില്ലർ മൂവിയാണ്, പക്ഷെ ഒരുപാട് ഇമോഷണൽ സീൻസ് ഉണ്ട്. ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് ഇമോഷണൽ ആയിരുന്നു. നമ്മുടെ മക്കളെ ഒരു സെക്കൻഡ് പോലും നമ്മുടെ ഒരു അശ്രദ്ധ കുറവുകൊണ്ട് പോലും മിസ്സാവാൻ പാടാത്തൊരു ഗ്രേറ്റ് മെസ്സേജ് പോലുണ്ട്. നമ്മൾ കാരണം നമ്മുടെ ഒരു അശ്രദ്ധക്കുറവ് നമ്മുടെ മക്കൾ മിസ്സാവരുത്. അങ്ങനത്തെ നല്ലൊരു മെസ്സേജ് വരുന്ന നല്ലൊരു പാഠമാണ്. ഒരു ത്രില്ലർ കാണാൻ അവസാനം ഒരുപാട് കണ്ണു തരുന്നൊരു ത്രില്ലറുമാണ്. ആക്ച്വലി ത്രില്ലറുമാണ്, ലാസ്റ്റ് ഇമോഷനും ആണ്. നല്ല ബീച്ചിങ്ങും നല്ല ഡയറക്ഷൻ എല്ലാം സൂപ്പർ. കണ്ടിരിക്കേണ്ട പടമാണ്. But I was not in India, but I flew to watch this, and I'm glad I did, because where you shoot and if you watch it at the same place, I think it gives you a very home experience. So very happy to be here. What about the audience in here? What about the audience? Audience was nice. Today we had some cheering happening. Most of it was us, but very nice. Very when I'm from Bombay, so people in Bombay are usually distracted on their phones and eating, but here people actually swallow the content, and I think that is something very inspiring to be here and see a film with them, especially if it's your film. ഓഡിയൻസിനോട് ചോദിക്കൂ. ഓഡിയൻസിന്റെ കൂടെ പടം കണ്ട് ഫസ്റ്റ് ഷോ കഴിഞ്ഞു. ഈ ഒരു ഫീലിങ്സ് എന്താണെന്ന് ചോദിച്ചു. ഭയങ്കര സന്തോഷമാണ്. നമ്മളൊക്കെ വിചാരിച്ച പോലെ തന്നെ പടം ഇറങ്ങിയിട്ടുണ്ട്. പടത്തിന്റെ ഇമോഷൻസ് നല്ലപോലെ കണക്ട് ആയിട്ടുണ്ട്. നല്ല പടമാണ്. കൂടെ അഭിനയിച്ച കുട്ടികളെ പറ്റി എന്താ പറയാനുള്ളത്? അയ്യോ, എവിടെ മിത്തു എവിടെ? മിത്തു ഞാൻ നല്ല കമ്പനിയായി. മിത്ര എന്നാണ് കുഞ്ഞിന്റെ പേര്. ഇതില് മീനു എന്നാ പേര്. ഭയങ്കര കമ്പനിയാണ്. വെരി സ്വീറ്റ് ഗേൾ. അവസാനത്തേക്ക് വന്നപ്പോഴത്തേക്കും കുട്ടി ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ കണ്ടിട്ട് പറയണം. ഞങ്ങൾ കണ്ടോ? ഇഷ്ടപ്പെട്ടു, ഭയങ്കര എല്ലാവരോടും പോയി പറയണം. തിയേറ്റേഴ്സിൽ തന്നെ കാണാൻ കേട്ടോ. ആ ക്ലൈമാക്സ് കണ്ട് കയറുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ അവസ്ഥ, ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ ലോകത്ത് നടക്കുന്നത്, അത് അറിയുമ്പോൾ ഭയങ്കര എനിവേ താങ്ക് യു വെരി മച്ച്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ആദ്യമായിട്ട് മൂവിയിൽ അഭിനയിക്കുന്നത് വളരെ നന്നായിട്ട് നമ്മൾ അഭിനയിച്ചു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം കുട്ടി അഭിനയിച്ചൊരു സിനിമ എന്ന് പറയുമ്പോൾ അത് വളരെ സ്പെഷ്യലാണ്. അപ്പോൾ അവളുടെ ആദ്യത്തെ പടത്തിന് ഉപരി അവൾ ചെയ്ത ഒരു ക്യാരക്ടർ, അവൾക്ക് കിട്ടിയ ഒരു ക്യാരക്ടർ വളരെ നല്ലൊരു ക്യാരക്ടറാണ്. അതിന് പപ്പേട്ടനോടും ഫുൾ ടീമിനോടും താങ്ക്സ് ഉണ്ട്. സോ ഹാപ്പി, ഒന്നും പറയാനില്ല. ഭയങ്കര ഇമോഷണലി അവൾ ചെയ്തത് നന്നായി ചെയ്തു. സോ പിന്നെ കണ്ണൊക്കെ ഇങ്ങനെ നനഞ്ഞ് സ്വാഭാവികമായും അതിനകത്ത് തന്നെ പറയുന്നുണ്ടല്ലോ, ഈ മനുഷ്യത്വം നിലനിർത്തുന്ന പോലീസുകാരെ കിട്ടാൻ ഇക്കാലത്ത് പാടാണെന്ന് ആ മുംബൈയിലെ ഒരു പോലീസ് ഉദ്യോഗി പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യാനുള്ളത്. മനുഷ്യത്വമാണല്ലോ ഒന്നും ഇല്ലാതിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് യൂണിഫോം
അഴിച്ചു കഴിഞ്ഞാൽ ഡ്യൂട്ടി തീർന്നു എന്ന് വിചാരിക്കുന്ന അവരുടേത്. കഥ എഴുതിയ അൻഷാദ് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. വളരെ നല്ലപോലെ എടുത്തിട്ടുണ്ട് എല്ലാ